ഹായ്, അപ്പോഴേ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സ്പ്രേ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു മണം കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കതക് തുറന്ന് റൂമിലാണേലും അതുപോലെ ഹാളിനൊക്കെ വന്നാൽ തന്നെ നല്ലൊരു മണമായിരിക്കും. ഈ ഒരു പൂവിനകത്തോട്ട് അടിക്കുമ്പോൾ തന്നെ ആ മണം അതിനകത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല മണമുള്ള സ്പ്രേ ഉണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിനകത്തൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല വീട് നിറയെ നമുക്ക് സുഗന്ധം നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മൾ തേന് മരുന്ന് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തുറന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേനും ആ ഭാഗത്ത് ഈച്ച ഉറുമ്പൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇതുപോലെ പുൽത്തൈലം ഉണ്ടല്ലോ, അതൊരു സ്വല്പം നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തൊന്ന് കുടഞ്ഞിട്ട് ആ കുപ്പിയിൽ ഒന്ന് തടയി കൊടുക്കുക. ആ ഒരു സ്മെല്ല് ഈച്ചയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം അത് വന്ന് ഇരിക്കത്തില്ല, കുപ്പിയിലൊന്നും വന്നിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിനകത്തൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ, ഉറുമ്പ്. അപ്പോൾ ഈ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഈച്ചയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിലും ഇതുപോലെ ഒരു സ്വല്പം പുൽത്തൈലം നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോട്ട് ആക്കിയിട്ട് തുടച്ചു കൊടുക്കാം. അതുപോലെ കിച്ചണിൽ നമ്മൾ മീൻ ഇറച്ചി എന്തെടുത്താലും ഈച്ചയുടെ ശല്യമായിരിക്കും. അപ്പോൾ അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഒന്നും തന്നെ കാണത്തില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ്. അപ്പം പിന്നെ ഈച്ചയുടെയോ ഉറുമ്പിൻ്റെയോ അതേപോലെ തന്നെ പല്ലി ഇതൊന്നും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അടുക്കത്തില്ല. രാത്രിയൊക്കെ നമ്മളിതുപോലെ ഒന്ന് തേച്ച് തുടച്ചിടുകയാണെങ്കിൽ പല്ലി ശല്യം കാണത്തില്ല. അടുത്തതായിട്ട് നമ്മളിതുപോലെ ലൈറ്ററുകളുണ്ടല്ലോ, അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ തുരുമ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ. വിനാഗിരി മാത്രം മതി. ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്താണ് ഞാൻ ഒഴിക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അത് ബ്ലാക്ക് കളറാണ് കേട്ടോ, തുരുമ്പല്ല, ബ്ലാക്ക് കളറാണ്. ഇപ്പം മറ്റേതൊക്കെ ഒരുപാട് വർഷങ്ങളായതാണേ. അപ്പോൾ അതിൻ്റെ തുരുമ്പിൻ്റെയൊക്കെ ഒരു കറയുണ്ടല്ലോ, അതെല്ലാം ഒരുവിധം നമുക്ക് പോയി കിട്ടും. കാരണം തുടക്കത്തിലേ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും തുരുമ്പിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് മാറ്റിയിട്ടതാണ്, അതാണ് അതിൻ്റെ അത്രയും തുരുമ്പ്. അപ്പോൾ ആ തുരുമ്പ് നമുക്ക് അതിനകത്തോട്ട് കാണാൻ പറ്റും, ടിഷ്യൂ പേപ്പറിൽ കാണാൻ പറ്റും കണ്ടോ, നല്ല രീതിയിൽ തുരുമ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ കാൽഭാഗത്തൊക്കെ ഇതുപോലെ തുരുമ്പിക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും പാചകം ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ വെള്ളം വീണിട്ട് ഗ്യാസ് അടുപ്പ് കാൽഭാഗം അതിൻ്റെ സൈഡൊക്കെ തുരുമ്പിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ വിനാഗിരി വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുവേ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഇറച്ചി നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് വെക്കുമ്പോഴത്തേന് ഇപ്പം നമുക്ക് കുറച്ച് മാത്രം മതി, ഇതിൻ്റെ പകുതി മതിയെങ്കിൽ നമുക്കിത് ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അതെല്ലാം നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം വെള്ളത്തിൽ ഇട്ട് ഇറച്ചി എന്തായാലും പിന്നെ അത് കറി വെക്കുമ്പോഴത്തേനും ഒരു ടേസ്റ്റേ കാണത്തില്ല, ഒരു പഴകിയ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതങ്ങ് വിട്ട് കിട്ടും. അപ്പോൾ പകുതി നമുക്ക് എടുത്തിട്ട് പകുതി നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് വിട്ട് കിട്ടും. അപ്പം ബാക്കിയെടുത്ത് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെക്കുകയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മളിതുപോലെ ചക്കയൊക്കെ കണ്ടിച്ച് കഴിയുമ്പോഴത്തേന് കത്തിയിലൊക്കെ ഭയങ്കര കറയായിരിക്കും അല്ലേ, അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് ഇതുപോലെ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ കറയൊക്കെ ചില ചക്കയ്ക്കൊക്കെ ഭയങ്കര കറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറോ പഴയ തുണിയോ അതുണ്ടെങ്കിൽ ഇത് അതിനകത്തോട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് അതിൻ്റെ കറയെല്ലാം പോകും കണ്ടോ. അപ്പോൾ എത്ര ചക്കയുണ്ടെങ്കിലും നമുക്ക് പ്രയാസമില്ലാതെ മുറിച്ചെടുക്കാം. കാരണം കറ ഉണ്ടായാലും നമുക്ക് കളയാം എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് എത്ര ചക്ക വേണേലും ഇതേപോലെ മുറിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറ സ്റ്റീൽ കത്തിയാണേലും എല്ലാം കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പേപ്പറിനകത്തോട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ചൂടോടെ തന്നെ കേട്ടോ. കണ്ടോ, എല്ലാ കറയും പോയിട്ട് കത്തി രണ്ടും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റീൽ കത്തിയും ഇരുമ്പിൻ്റെ കത്തിയാണ് ഞാൻ കാണിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മളിതുപോലെ കുക്കറിനകത്ത് കറിയൊക്കെ വെച്ചാൽ കുക്കറിനകത്തുനിന്നല്ല ഫ്രൈ പാനിലാണേലും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സിങ്കിനകത്തോട്ടിടുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ബാക്കി പാത്രങ്ങളും കൂടെ നമുക്ക് എണ്ണമയമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കഴുകാൻ. അപ്പോൾ അതിനകത്ത് നമ്മളിതുപോലെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആ എണ്ണയും അരപ്പും എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ സിങ്കിൽ കിടക്കുന്ന പാത്രം എത്ര ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്തൊന്നും എണ്ണമയോ ഒന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഉണ്ടോ, അപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കാം ക്ലീനായിട്ട്. ഇനി നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മൾ മുരിങ്ങയിലയൊക്കെ നുള്ളി എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രയാസമാണല്ലേ. അപ്പം മിക്കവരും മുരിങ്ങയിലയൊക്കെ എടുക്കാനായിട്ട് മടിക്കും. അപ്പോൾ ഇതുപോലൊരു അരിപ്പപ്പാത്രം ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. കൊച്ചുങ്ങളുടെ കൈ കൊടുത്താലും പെട്ടെന്ന് തന്നെ മുരിങ്ങയില പിച്ചിത്തരും. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഈ അരിപ്പയുടെ കൂട്ടയ്ക്കകത്ത് വെച്ചിട്ട് ഒരു വലിച്ചാൽ മതി. കണ്ടോ, നല്ല രീതിയിൽ ഞെട്ട് ഒന്നും ഇല്ലാതെ തന്നെ എടുക്കുക. അഥവാ ഇതിപ്പോൾ ഞാൻ വലിയൊരു ഇലയാണ് അതിനകത്തോട്ട് കയറ്റി വെച്ചത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയ ഓരോ തണ്ടുകൾ അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് വലിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുരിങ്ങയില പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളുടെ കൈ കൊടുത്താലും നമുക്ക് മുരിങ്ങയില പെട്ടെന്ന് തന്നെ ഇതുപോലെ ആക്കിയെടുക്കും. അപ്പോൾ ഇതുപോലെ വലിയ അരിപ്പപ്പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കുത്തി വെച്ചിട്ട് ഒറ്റ വലിച്ചാൽ മതി. ഒട്ടും ഞെട്ടില്ലാതെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ കുത്തി കൊടുക്കുക, പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുക കേട്ടോ. പിള്ളേർക്കത് രസമായിരിക്കും, കാരണം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് അത് അടിയിൽ കൂടെ വലിച്ചെടുത്താൽ മതി. ഉണ്ട്, എല്ലാം ഞെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മുരിങ്ങയില പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ അരിപ്പ ഇല്ലാതെ തന്നെ അത് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് കണ്ടോ, ഞെട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് തുമ്പത്ത് പിടിക്കേണ്ട. അപ്പോൾ പെട്ടെന്ന് ആ ചെറിയ ഞെട്ടുകൾ പോലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മുരിങ്ങയിലയൊക്കെ നുള്ളിയെടുക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ ചിലന്തി വല പുഴുവൊക്കെ നോക്കി ആദ്യം ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഊരിയിട്ട് പെട്ടെന്ന് നമുക്ക് മുരിങ്ങയില ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും നാരുകളില്ലാതെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.